ചിത്ര ഇന്നത്തെ പത്രവാർത്ത ശ്രദ്ധിച്ചിരുന്നു. മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിപ്പെടുന്ന ഒരു വിഷയമുണ്ട്. ചിത്രപ്രിയയുടെ തിരോധാനവും പിന്നെ ഇന്നിപ്പോ 2 ദിവസത്തിന് ശേഷം ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. 2 ദിവസമായി മകളെ കാണാതെ വിഷമിച്ചിരുന്ന മാതാപിതാക്കൾ, അവസാനം ആ മാതാപിതാക്കൾക്ക് കിട്ടിയത് മകളുടെ മൃതദേഹമാണ്. അതും വീടിന് അധികം ദൂരമൊന്നുമല്ല, 1 കിലോമീറ്റർ അകലെയുള്ള ഒരു പറമ്പിൽ നിന്നാണ് മകളുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ദുർഗന്ധം. ചിത്ര ആ ഒരു കേസൊക്കെ കേട്ടിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു കേസിന്റെ അല്ലെങ്കിൽ അതിൽ കുറച്ചധികം ദുരൂഹതകൾ മണക്കുന്നുണ്ട്. എന്തായിരുന്നു ചിത്രപ്രിയയ്ക്ക് സംഭവിച്ചത്? ഇപ്പോ ഈ ഒരു വാർത്ത കണ്ടപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു ചിത്രപ്രിയ എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് വേറൊരു പുരുഷനുമായിട്ട് ഒരു ബന്ധം ഉണ്ടെന്ന് അത് കണ്ടെത്തി ആ ഒരു കാമുകൻ ആ പെൺകുട്ടിയെ കൊലപാതകം ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, അലനാണ്, അല്ലെങ്കിൽ ആ ഒരു ചെറുപ്പക്കാരന്റെ പേര് അലൻ തന്നെയാണ്. പെൺകുട്ടിക്ക് 19 വയസ്സ് പോലെ തന്നെ അവനും പ്രായക്കുറവാണെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ബാംഗ്ലൂർ ഏവിയേഷൻ പഠിക്കുന്ന പെൺകുട്ടിയാണ് ചിത്രപ്രിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചിത്രപ്രിയയെ പറ്റിയിട്ടുള്ള ബാക്കി വിവരങ്ങൾ അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, അതേപോലെ അത്തരം കാര്യങ്ങളൊന്നും നിലവിൽ പുറത്തേക്ക് വന്നിട്ടില്ല. 2 ദിവസം മകളെ കാണാതായി. അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു. അതിനുശേഷം അഴുകിയ രീതിയിൽ അല്ലെങ്കിൽ പഴക്കമുള്ള രീതിയിൽ തന്നെ മൃതദേഹം കണ്ടെത്തുന്നു. അതിനകത്തില് ബാംഗ്ലൂർ പഠിക്കുന്ന പെൺകുട്ടി, ഈ പെൺകുട്ടിയായിട്ടുള്ള റിലേഷൻ ഉള്ള ആളായിരുന്നു അലൻ എന്ന് പറയുന്നത്. ഇവര് തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് പെൺകുട്ടിയുടെ ഫോണിലേക്ക് കുറേയധികം കോളുകൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. കോളുകൾ വരുന്ന സമയത്ത് എന്താവും, സ്വാഭാവികമായിട്ടും അപ്പുറത്ത് ഇവർ തമ്മിൽ ഒരു തർക്കത്തിലേക്ക് നടക്കും. അതിനകത്തിൽ അലൻ പറയുന്നത് അലൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. മദ്യലഹരിയിൽ പ്രണയിനിയെ തലക്കടിച്ചു കൊന്നു. അപ്പോ നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, മദ്യലഹരിയില് എങ്ങനെയാണ് ഒരു അല്ലെങ്കിൽ താൻ അത്രയും സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ തലക്കടിച്ചു കൊല്ലുന്ന സാഹചര്യത്തിലേക്ക് യുവാവ് മാറിയത്? അതിനൊരു കാരണം ഉണ്ടാവില്ലേ? വെറുതെ ഒരാളെ എങ്ങനെ പോയി മദ്യലഹരിയിലാണെങ്കിൽ പോലും തലക്കടിച്ചു കൊല്ലാൻ ഒരു പ്രൊവോക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതിനകത്ത് വരില്ലേ? അതെ. കാരണം ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ ഒരു എക്സ്ക്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആൾക്ക് അങ്ങനത്തെ ഒരു ഉദ്ദേശം മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രിഗേർഡ് ആവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം ആളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുമായിരിക്കും. അത് ഈ മദ്യലഹരിയിലായി പോയത് കൊണ്ട് ചെയ്തു പോയതാണ് എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോ ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒന്നല്ലെങ്കിൽ ഈ പേഴ്സൺ എന്ന് പറയുന്നത്, അലൻ എന്ന് പറയുന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരാളാണ്. രണ്ടാമത് ഇങ്ങനെ ഒരു അവിഹിതം അല്ലെങ്കിൽ വേറൊരു പുരുഷ ബന്ധം ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ആ കുട്ടി വേറെ ഏതെങ്കിലും ബെറ്റർ ഓപ്ഷൻ അല്ലെങ്കിൽ ഇയാളെക്കാട്ടിലും നല്ലൊരു ഓപ്ഷൻ തേടിപ്പോയതായിരിക്കും. ഇങ്ങനെ 2 തരത്തിലാണ് ഈ അവിഹിതങ്ങളൊക്കെ നടക്കാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. അങ്ങനത്തെ 2 കാര്യങ്ങളാണ്. ഒന്നല്ലെങ്കിൽ ടോക്സിക് ആവുക, അല്ലെങ്കിൽ ബെറ്റർ ആരെങ്കിലും കണ്ടെത്തുക. പക്ഷെ ഇതിനകത്ത് ഏതാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നിട്ട് പറയാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും സാധിക്കില്ല. പക്ഷെ ഈ ഒരു കൊലപാതകം എന്നുള്ളൊരു സാധനമൊക്കെ ഒരാൾ എക്സ്ട്രീം ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കാര്യത്തിന്റെ ആ ഒരു എൻഡിലേക്ക് എത്താൻ പറ്റും. ആളൊരു ടോക്സിക് ആയിട്ട് പ്രണയത്തില് കൊലപാതകം വരുന്നത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് തിരുവനന്തപുരത്തെ ആണെന്ന് തോന്നുന്നു. മറ്റേ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. അത് ഇതേപോലെ 21 പ്രായക്കാരനായിരുന്നു. മറ്റേ ഉമ്മയും കടം കയറി ഉമ്മയെയും അതേപോലെ ഉമ്മയുടെ സഹോദരിയെയും ഒക്കെ കൊന്നിട്ട് പ്രണയിനിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചുറ്റികൊണ്ട് തലക്കടിച്ചു കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനകത്തില് ആ പ്രണയത്തിൽ ഇന്ന് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ മരിക്കാൻ പോവാണ് അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് ചുറ്റിക കൊണ്ട് മൃഗീയമായി തലക്കടിച്ച് മുഖത്ത് മുഴുവൻ പോറലാക്കി അല്ലെങ്കിൽ വികൃതമാക്കി അവന്റെ ഉമ്മയോ അനിയനെയോ ഒക്കെ കൊല്ലുന്നതിലും മൃഗീയമായി അവൻ കൊന്നത് അവന്റെ പ്രണയിനിയാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ മറ്റൊരു വെർഷനാണ് ശരിക്കും ഞാൻ ഇതിൽ കണ്ടത്. മദ്യലഹരിയില് ഈ പറയുന്ന രീതിയിൽ ഇനി ഈ പെൺകുട്ടിക്ക് പറയുന്ന അതർ റിലേഷൻസ് ഉണ്ടോ, അതിവൻ പറയുന്നതാണോ എന്നറിയില്ല. കാരണം പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ഇപ്പോ പരിശോധനയ്ക്കായിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ അത് പരിശോധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടേ ഉള്ളൂ. ഇവൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി ആണോ, അല്ലെങ്കിൽ ഇവന് ഈ പറയുന്ന ഇതിൽ പെൺകുട്ടി ബാംഗ്ലൂർ പഠിക്കുന്നതാണ്, അവധി സമയത്ത് നാട്ടിൽ വരുമ്പോഴാണ് ഇവർ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഇവൻ ഈ മദ്യലഹരിയില് പെട്ടെന്ന് വന്നിട്ട് ആ ഒരു കോള് കണ്ടിട്ട് പ്രൊവോക്ക് ആവുന്നതിന് പകരം ഓൾറെഡി ഇവന്റെ ഉള്ളിൽ ഈ സംശയമൊക്കെ ഉണ്ടായിരിക്കാം. കാരണം ഇവൾ ഓൾറെഡി പഠിക്കുന്നത് ബാംഗ്ലൂരാണ്, ഇവർ തമ്മിൽ കാണുന്നില്ല. അപ്പോ ഇവന്റെ ചുറ്റുപാടിൽ അല്ലെങ്കിൽ ഇവന്റെ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ ഇവൻ വിചാരിച്ചു കാണും ഇവക്ക് ബാംഗ്ലൂരിൽ ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ റിലേഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും മെസ്സേജ് ചെയ്തിട്ടുണ്ടാവും. ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന സംശയത്തിന്റെ വിത്തുകൾ ഉള്ളിൽ ഓൾറെഡി ഉടലെടുത്തിട്ടുണ്ട്. പിന്നെ അത് കാണുന്ന രീതിയിൽ പൊതുവെ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന വഴക്കുകൾ തന്നെ ആയിരിക്കാം ഇവരുടെ ഡീലും സംഭവിച്ചിട്ടുള്ളത്. അതിൽ നിന്ന്
ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ആ ക്രിമിനൽ സ്വഭാവത്തിലേക്ക് കടന്ന് തലക്കടിച്ചു കൊന്നിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് പോലീസ് ആടി പറയുന്ന മൃതദേഹം കണ്ടെത്തുന്നതും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ടാണ് മദ്യത്തിന്റെ ലഹരിയിലാണ് താൻ ചെയ്തു എന്ന് പറയുന്നത്. മിക്ക കേസുകളിലും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഡ്രഗ് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ പറയുന്ന മദ്യ ലഹരിയിൽ ചെയ്തതാണ്. അപ്പോ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയിലേക്ക് ഇത്തരം കേസുകൾ മാറ്റപ്പെടാനും എളുപ്പത്തിൽ ഊരി വരാനും വേണ്ടി കേസിന്റെ പഴുതുകൾ ലൂപ്പ് ഹോളുകൾ ഉത്തരയത്തില്ലേ, ആ രീതിയിൽ ഈ പറയുന്ന വാർത്തകൾ മാറ്റപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഈ ഒരു വാർത്ത കേസ് വേറൊരു രീതിയിലേക്ക് മാറ്റപ്പെടാനായിട്ടുള്ള ചാൻസിലുപരി അതായത് നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവുമല്ലോ, നമ്മൾ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ ആളുകൾ വേറൊരു രീതിയിലായിരിക്കും നമ്മളെ വിചാരിക്കുക, നമ്മളൊരു സൈക്കോ ആയിട്ട് കണക്കാക്കോ, അങ്ങനെയൊക്കെ വിചാരിക്കാതിരിക്കാനായിട്ട് അവൻ മദ്യലഹരിയിലായിരുന്നു എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് ആയിട്ടാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഉള്ളിൽ തന്നെ ഒരു ക്രിമിനൽ മൈൻഡ് എപ്പോഴും ഉണ്ടാവും. ഇതിപ്പോ ഈ ഒരു സാഹചര്യം വന്നപ്പോ അയാൾ പുറത്തെടുത്തു, ഇതിപ്പം വേറെ എന്തെങ്കിലും സാഹചര്യം ആണെങ്കിൽ അയാൾ ഇതുപോലെ തന്നെ ചെയ്തേനെ. ചിത്ര, നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ട ഒരു വരവെന്ന് പറയുന്നത് മെൻസ് അസോസിയേഷന്റെ ആണ്. അതെ അതെ. കാരണം ഈ പെൺകുട്ടിയുടെ ചരിത്രത്തെ പറ്റിയും അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ പരിശുദ്ധിയെ അളക്കാൻ വേണ്ടിയിട്ട് മെൻസ് അസോസിയേഷന്റെ വരവാണ് നമ്മൾ ഇനി കാത്തിരിക്കേണ്ടത്. ഈ പയ്യനെ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത് ഈ പെൺകുട്ടിയാണ്. അവളുടെ പ്രൊവോക്ക് കൊണ്ടാണ് അവൻ തലക്കടിച്ചു കൊന്നത്, അല്ലെങ്കിൽ അവക്ക് ഇത്തരം ബന്ധങ്ങൾ ഉണ്ടായത് കൊണ്ടല്ലേ പാവം ആ ചെറുപ്പക്കാരൻ തകർന്നു പോയിട്ടുണ്ടാവും. ഇങ്ങനെ കുറെ വാദങ്ങളായിരിക്കാം ഇനി മെൻസ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ പോകുന്നത്. അതിന്റെ അപ്പുറത്തേക്കും ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. നിങ്ങൾക്ക് പരിചിതമല്ലാത്ത അല്ലെങ്കിൽ ചിത്ര ആദ്യം പറഞ്ഞ പോലെ ഇവൻ ഒരു ടോക്സിക് ആണ് എങ്കിൽ അല്ലെങ്കിൽ ആ ടോക്സിസിറ്റിക്ക് ഇരയാക്കപ്പെടാനായിട്ട് നമ്മൾ പോകരുത്, അല്ലെങ്കിൽ ടോക്സിസിറ്റിക്ക് ഇരയാക്കാൻ പോകരുത് എന്ന് പറയുമ്പോഴേക്കും ഇവൻ ടോക്സിക് ആണെന്ന് ഓൾറെഡി ഈ പെൺകുട്ടിക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ആരുടെ ആണെങ്കിലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ആള് ടോക്സിക് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇയാളുമായിട്ട് ബ്രേക്കപ്പ് ആവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇയാളോട് പറയാൻ പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിലായിരിക്കും നമ്മളെ ചിത്രീകരിച്ചിട്ടുണ്ടാവുക. പല പെൺകുട്ടികളും ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷനിലൂടെ ഒരിക്കലെങ്കിലും കടന്നു പോയിട്ടുണ്ടാവുമായിരിക്കണം. ഒരു ഭൂരിഭാഗം പെൺകുട്ടികളും ഇങ്ങനെ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ ഒരാളുടെ കെയർ കിട്ടുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ അതിന് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മേ ബി ആ ഒരു ഞാനിപ്പോ ആ പെൺകുട്ടീനെ വെള്ളപൂശുന്നതല്ല, ഒരു സാഹചര്യം ഒരു സംഭവം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ. ഈ ഒഴിഞ്ഞ മാറണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഈ ചിത്രപ്രിയയെ സംബന്ധിച്ച് തന്നെ അവളുടെ കാമുകനായ അലൻ വിളിക്കുന്ന സമയത്ത് അവൻ കൊല്ലാനാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന് അവക്ക് ഉറപ്പുണ്ടെങ്കിൽ അവൾ അങ്ങനെ സാഹചര്യത്തിലേക്ക് പോകില്ലല്ലോ. ഇതിനു മുൻപും ഈ പഠിക്കാൻ പോയിട്ട് തിരിച്ച് നാട്ടിൽ വരുന്ന സമയത്ത് പലതവണ ഇവർ തമ്മിൽ കണ്ടിട്ടുണ്ടാകാം. ആ കണ്ട സമയത്തൊക്കെ ഇവർ വളരെ സ്നേഹത്തിലായിരിക്കാം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ വഴക്കുകൾ ഇതിനു മുമ്പും റിലേഷൻഷിപ്പിൽ വഴക്കുകളൊക്കെ സ്വാഭാവികമായതുകൊണ്ട് തന്നെ വഴക്കുകൾ ഉണ്ടെങ്കിലും ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നതൊക്കെ സ്വാഭാവികമായിരിക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ അല്ലെങ്കിൽ ഇവൻ മദ്യലഹരിയിലാണെന്ന് കണ്ടിട്ട് പോലും ആ പെൺകുട്ടിയോടെ നിൽക്കാൻ സാഹചര്യം ഉണ്ടായത്. ഇവന്റെ ഈ ഒരു രൂപം അല്ലെങ്കിൽ ഈ ഒരു രീതി ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടാവാം, ഇത്രയും ലെവലേ പോവുള്ളൂ, അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കും, തന്റെ അവസാന നിമിഷത്തിലേക്കാണ് താൻ വീട്ടിൽ നിന്ന് അവരോടൊപ്പം പോകുന്നതെന്ന് ആ പെൺകുട്ടി തിരിച്ചറിയുന്നില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നത്? ഇത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം എന്താന്ന് വെച്ചാൽ ആളുകളുടെ ഇപ്പൊ ഈ ചിരിച്ചു കാണിക്കുന്ന മുഖങ്ങളൊന്നും യഥാർത്ഥത്തിൽ അവരുടെ ശരിക്കുള്ള സ്വഭാവമൊന്നും അല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു സ്വഭാവം ഞാൻ മറ്റേ കുട്ടിയുടെ ആ ഒരു അവൻ കൊലപാതകം ചെയ്ത ഒരു രീതി ഞാൻ പറഞ്ഞത് കൊണ്ടാണ്. അവളെ വളരെ സ്നേഹത്തോടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. അവള് പോലും അറിയുന്നില്ല അവളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി വിളിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളത്. ചുറ്റുക കൊണ്ട് മൃഗീയമായി തലക്കടിക്കുന്ന സമയത്തായിരിക്കും ആ പെൺകുട്ടി അറിയുന്നത് തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ ഇവനിപ്പോ ഈ ഒരു കേസിനകത്ത് ചിലപ്പോ ഇവര് തമ്മിൽ വഴക്കിട്ട് പ്രൊവോക്കായി എനിക്ക് നിന്നെ കാണണം ആ ഒരു രീതിയിലൊക്കെ തന്നെ ആയിരിക്കും. പേടിയുണ്ടായിരിക്കും ഒരുപക്ഷെ ആ പെൺകുട്ടി പോയതും. കാരണം എന്താന്ന് വെച്ചാൽ അവര് ചിലപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമായിരിക്കാം. ചിലപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള ഇപ്പൊ ബോധമുള്ള ആൾക്കാർക്ക് ചിന്തിച്ചാൽ മതി, അവിടെ ചെന്ന് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി പ്രൊവോക്ഡ് ആയിട്ട് അവൻ തലക്കടിച്ചു കൊല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നുണ്ടെങ്കിൽ അത് അപ്പൊ മാത്രം സംഭവിക്കുന്ന ഒരു സംഭവം അല്ല. അത് ഓൾറെഡി അവരുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു സംശയം ഉണ്ടാവുമായിരിക്കും. കാരണം ഈ ഡിസ്റ്റന്റ് ആയിട്ട് പ്രേമിക്കുന്നവരുടെ ഇടയിൽ ഈ ഇങ്ങനെയുള്ള ഡൗട്ടുകൾ അത് ചിലപ്പോൾ സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയുമല്ലോ അവക്ക് വേറെ ബാംഗ്ലൂരല്ലേ പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എരിപിരി കയറ്റുന്ന കുറെ സാഹചര്യം. ചിത്ര, ഈ കേസിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ
ഈ പെൺകുട്ടിയുടെ പരിശുദ്ധി അളക്കാൻ പോവുകയായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്. ഇവർക്ക് എത്രത്തോളം അഫയറുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവൾ മരണപ്പെടേണ്ടതായിരുന്നു, ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഇതായിരിക്കും ഇനി സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വരാൻ പോകുന്നത്. കാരണം പെൺകുട്ടിയുടെയും പരിശുദ്ധി അളക്കേണ്ട സാഹചര്യം ഒന്നും ഒരു മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും അളക്കേണ്ടതായിട്ട് വരുന്ന ഒന്നുമല്ല. മിക്ക കേസുകളിലും അങ്ങനെ തന്നെയായിരുന്നു ചിത്രം ഉണ്ടായിട്ടുള്ളത്. ഏതൊരു പെൺകുട്ടിയും മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ മരണപ്പെടുന്ന സമയത്ത്, ഇതിനു മുമ്പ് തിരുവനന്തപുരത്ത് മറ്റേ ഭർത്താവുള്ള ആതിര എന്ന് പറയുന്ന അവളുടെ അഫയറിലുണ്ടായിരുന്ന പുള്ളിക്കാരൻ വന്ന് കൊല്ലുന്ന സമയത്ത് ആ ടൈമിലും അതിനകത്തിന് ഭർത്താവ് ഉണ്ടായിരുന്നു, ഇവർ തമ്മിലുള്ള ഈ പറയുന്ന സെക്സിന് ശേഷമാണ് കൊന്നത്, ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാ കേസുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവൾ മരണപ്പെടേണ്ടതാണ്, ഇവക്ക് ഇങ്ങനത്തെ അഫയറുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഇവൾ ഈ സാഹചര്യത്തിൽ പോയതാണ്, ഇവൾ ആ സാഹചര്യത്തിൽ അവന്റെ അടുത്തേക്ക് പോയിട്ടല്ലേ അങ്ങനെ ഒരു രീതിയിലേക്ക്. കാരണം ഈ കേസ് സംബന്ധിച്ച് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു കാര്യം ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇവർ തമ്മിൽ പ്രൊവോക്ക് ആവാൻ, വഴക്കുണ്ടാവാനുള്ള കാരണം ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഇവളുടെ ഫോണിലേക്ക് ഒന്നിലധികം പുരുഷന്മാരുടെ കോളുകൾ വന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉടലെടുത്തത്. നമ്മളുടെയൊക്കെ ഫോണുകളിലേക്ക് എത്ര ആളുകളുടെ ഫോൺ കോളുകൾ വരാറുണ്ട്. എല്ലാം ഇതിന് തന്നെയാണെന്ന് വിചാരിക്കുന്ന മൈൻഡിന്റെ ഒരു വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇങ്ങനെ മാത്രം അയ്യോ അത് വേറെ ആരെങ്കിലും വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വിളിക്കുന്നതാണെന്ന് ഉള്ളത് ചിന്തിക്കാതെ എന്താ പറയാ ഇത് അവരുടെ അഫെയർ ആണ്, അല്ലെങ്കിൽ ഇത് അവർക്ക് വേറെ എന്തോ ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഇതാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്കാർ കൂളായിട്ട് വിടും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ആളാണെന്നുണ്ടെങ്കിൽ എവിടെയും പോവില്ല എന്നുള്ളതാണ്. അത് ആൾക്കാർ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾ വിട്ടിട്ട് പോവുക. അതെ, എവിടെയെങ്കിലും പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർ വിട്ടിട്ട് പോട്ടെ. ഇല്ലാണ്ട് ഒരാളെ കൊല്ലാനോ അവരെ ഉപദ്രവിക്കാനോ ഒന്നും ഒരാൾക്കും അവകാശമില്ല. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരവര് കാണിക്കും. എന്തായാലും അവരുടെ ഫ്രീഡത്തിൽ ജീവിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. അവർക്ക് അങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അവരങ്ങനെ പോട്ടെ. ഇപ്പൊ എന്തായാലും ഈ ഒരു കേസിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് ചിത്രപ്രിയയുടെ മാതാപിതാക്കൾക്ക് തന്നെയാണ്, മറ്റാർക്കും ആ ഒരു നഷ്ടം സംഭവിച്ചിട്ടില്ല. എന്തായാലും ചിത്രപ്രിയ മരണം അല്ലെങ്കിൽ ആ ഒരു അതിന്റെ ദുരൂഹതകൾ ഇനിയും നീങ്ങാറുണ്ട്. മറനീക്കി പുറത്തേക്ക് വരട്ടെ. എന്ത് സാഹചര്യമാണ് അവിടെ ഉണ്ടായതെന്ന് കൃത്യമായ ചോദ്യം അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിലൂടെ പുറത്തേക്ക് വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ.